ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചിക്കൻ മക്രോണി ഉണ്ടാക്കിയാലോ. അതും മാഗിയുടെ ടേസ്റ്റിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ. നമ്മൾ 1/2 കിലോ മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് വേവിക്കണം. വേവിക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും നമ്മൾ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഓയിൽ എന്തിനാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ ഒട്ടിപ്പിടിക്കും. അതൊന്നും ഒന്നിൻ്റെ മേലെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ആ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം മക്രോണി ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് നമ്മളവിടെ മൂടി വെക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ മക്രോണി വന്നിട്ടുണ്ടാവും. എന്നിട്ട് ആ വെന്ത മക്രോണി വേറൊരു പാത്രത്തിലേക്ക് ഊറ്റി വെക്കുക കേട്ടോ. അതിലുള്ള വെള്ളങ്ങളൊക്കെ ചോർന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഊറ്റി വെക്കുന്ന സമയത്ത് ആ മക്രോണിയിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഊറ്റി വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അത് ഊറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചിക്കനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മളിവിടെ ബോൺലെസ് ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ തീരെ സമയമില്ലാത്തവരാണെങ്കിൽ ഒരു 10 മിനിറ്റ് എങ്കിലും മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളെ ചിക്കൻ കിട്ടും. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് നല്ല ജീരകം, ചെറിയ ജീരകം കേട്ടോ, നല്ല ജീരകം, ഒരു പട്ട, പിന്നെ ഒരു തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. നമുക്ക് ചിക്കൻ കുക്ക് ചെയ്യാൻ തുടങ്ങാം. നേരത്തെ ഞാൻ മക്രോണി വേവിച്ച അതേ പാത്രത്തിൽ തന്നെ കേട്ടോ ചിക്കനും വയ്ക്കാൻ നോക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉപ്പും തൈരും കൂടിയിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചാൽ ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ മുഴുവനായിട്ടും നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക. മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ തുറക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി അങ്ങനെ മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ വേണ്ടത്. നന്നായിട്ട് അങ്ങോട്ട് ഫ്രൈ ആവുമൊന്നും വേണ്ട. കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അരച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള ആ അരപ്പുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ സബോള ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ സബോള ഒരു 2 സബോളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആ 2 സബോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 സബോള എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സബോളൊക്കെ എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. സബോള ഒന്ന് വഴണ്ടി വരണം, അല്ലെങ്കിൽ സബോള കടിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം സബോള ഒക്കെ ഒന്ന് ജസ്റ്റ് വാടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനായി 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇടുക. അതിനുശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു പുളി ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു 2-3 ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തൈര് ഒഴിച്ച് കൊടുത്തിട്ടും നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് തിക്ക് ഗ്രേവി ആവണമെന്നുണ്ട്. തിക്ക് ഗ്രേവിയിൽ കിടക്കുമ്പോൾ നമുക്ക് ആ മക്രോണിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടും. ആ ഒരു ഗ്രേവി ടൈപ്പ് അല്ലെങ്കിൽ ആകെ ഡ്രൈ ആയിപ്പോവും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ആ ചിക്കൻ അതിലിട്ടൊരു 2-3 മിനിറ്റ് മതി. കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. 2-3 മിനിറ്റ് വെച്ചിട്ട് വേവിക്കുക. വേവിച്ചതിന് ശേഷം നമുക്ക് ഈ മക്രോണി നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മക്രോണി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ മക്രോണിയും ആ ഗ്രേവിയും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗവും ഈ ഗ്രേവിയും മക്രോണിയും ഒക്കെ നല്ല രീതിക്ക് ചേരുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മൾ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ തീരെ എരിവ് കുറവാണ്. നല്ല മുളക് പൊടിയൊന്നും ഇടാത്തതുകൊണ്ട് എരിവും കുറവായിരിക്കും. പിന്നെ എന്താ ആ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും. കാരണം ഒരു മാഗിയുടെ ഒരു ഫ്ലേവർ തന്നെയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. മക്രോണി ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് തന്നെ അത്രയ്ക്ക് ഇഷ്ടമാവാറില്ല. കാരണം അതിലെന്തോ ഉപ്പും അങ്ങനെയൊന്നും മസാല ഒന്നും പിടിക്കാത്ത പോലത്തെ ഒരു സംഭവമാണ് സ്വതവേ അത് ഉണ്ടാവാറ്. പക്ഷേ ഈ ഒരു റെസിപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് നിങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ അത് ബോധ്യപ്പെടും. മക്കൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇതുപോലെയുള്ള കുക്കിംഗ് വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.